Assalamualaikum. Welcome to Hadith Ramadan. Sponsored by Mammoos.com. ഞാൻ നിങ്ങളുടെ ഇന്ന് അഗ്സിൻ അബ്ദുൽ അസീസ്. ഞാൻ ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. ഇന്ന് പരിശുദ്ധ റമദാൻ മാസം തുടങ്ങിയിട്ട് 14 ദിവസങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. 2 weeks ആയിരിക്കുകയാണ്. കരുണയുടെ ദിനങ്ങളാണ് പോകുന്നത്. ദുആ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഉഫ്ർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ആസ് യൂഷ്വൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇന്നത്തെ ഹദീസ് വെച്ച് തുടങ്ങാം. മുത്ത ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 100 പ്രാവശ്യം തസ്ബീഹ് ചെയ്തു കൊള്ളട്ടെ, എങ്കിൽ 1000 നന്മകൾ അവന് എഴുതപ്പെടുകയോ 1000 പാപങ്ങൾ അവനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. സോ തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഏറ്റവും അപ്രോപ്രിയേറ്റ് നിങ്ങൾ സുബൈക്ക് ശേഷം 100 തവണ ശുരൂക്ക് വരെ പറയാൻ നോക്കുക. അസറിന് ശേഷം 100 തവണ ഇത് മഗ്രിബ് വരെ ചൊല്ലാൻ നോക്കുക. യെസ്. അപ്പോ നിങ്ങളൊക്കെ ഞങ്ങളുടെ അഡ്വൈസ് സ്വീകരിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ വേഗം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 052961133. കൂടാതെ വേറൊരു നമ്പറും കൂടി ഉണ്ട്, 05014960664. ഫസ്റ്റ് കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദീസ് റമദാൻ. താങ്ക് യു. ആരാണ്? റൈഫ. റൈഫ. എവിടുന്ന് റൈഫ വിളിക്കണേ? റൈഫ വിളിച്ചേക്കുന്നയാ? ആ, വിളിച്ചിട്ടുണ്ട്. റൈഫ വിളിച്ചിരുന്നു. അന്ന് മുങ്ങിട്ട് ഇപ്പോഴാണ് പൊങ്ങുന്നേ. അത് വിളിച്ചിട്ട് കിട്ടുന്നില്ല. 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 ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? ഇന്ന് ബിരിയാണി. ബിരിയാണി ആയിരുന്നു അല്ലേ? ഓക്കെ. സ്കൂളൊക്കെ അടിച്ചില്ലേ റൈഫയുടെ? അടിച്ചു. അടിച്ചു. എന്താ ചെയ്യണ ഇപ്പൊ വെക്കേഷൻ ആയിട്ട് വീട്ടിലിരുന്ന്? വീട്ടിന്ന് ഹോംവർക്ക് എഴുതാം. ഹോംവർക്ക് എക്സാംസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സ്കൂൾ തുറക്കുമ്പോ? ആണോ? തുറക്കുമ്പോ തന്നെയാണോ എക്സാം? ഓ, അപ്പൊ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല. ഇല്ല അല്ലേ? നാട്ടില് പോകുന്നുണ്ടോ റൈഫ? ഇല്ല, പോകുന്നില്ല. ഉമ്മ ഇപ്പൊക്കെ അടുത്തുണ്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഉമ്മായും ഉപ്പായും ഒക്കെ അടുത്തുണ്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ഞങ്ങൾ എപ്പോഴും ഈസിയല്ലേ റൈഫ ചോദിക്കുന്നേ? റൈഫ നാട്ടിലെവിടെയാ? നാട്ടിലെ മലപ്പുറം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രേ ചോദിക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇവിടെ വന്നിട്ടാണ് എല്ലാരും ഇസ്ലാം മതമൊക്കെ സ്വീകരിക്കുന്നത്. അതെ. ഓപ്ഷൻസ് കൊടുങ്ങല്ലൂരാണോ, മലപ്പുറം ആണോ, പൊന്നാനി ആണോ? കൊടുങ്ങല്ലൂരാണോ, മലപ്പുറമാണോ, പൊന്നാനിയാണോ? കൊടുങ്ങല്ലൂരാണോ? അതാണോ? മലപ്പുറം. ഏതാണ് ആൻസർ? ഒന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. പൊന്നാനിയാണ് ആൻസർ. റൈറ്റ് ആൻസർ ആണ്, പൊന്നാനിയാണ്. ഓക്കെ. എല്ലാം സ്വന്തം പറഞ്ഞാണോ? ഉമ്മച്ചി പറഞ്ഞു. ആദ്യം കൊടുങ്ങല്ലൂർ മലപ്പുറം പോയിട്ട് പിന്നെ പൊന്നാനിയിൽ വന്നത് എങ്ങനെയാ? ഞാൻ അങ്ങനെയാ അല്ലെ? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇബ്രാഹിം നബിയുമായി തർക്കിച്ച രാജാവ്, ആ രാജാവിന്റെ പേര്. ഈസി ക്വസ്റ്റ്യൻ. ഉമ്മച്ചിയെടുത്ത് ചോദിച്ചോ ഈ ക്വസ്റ്റ്യൻ? ഉമ്മച്ചിയെടുത്ത് ചോദിച്ചോ? എന്നാലും ഓപ്ഷൻ വേണം അല്ലേ? ഓക്കെ. ഓക്കെ. ഫിറൗനാണോ, നമ്രൂദ് ആണോ, അതോ അബ്രഹാം ആണോ? ഫിറൗൻ, നമ്രൂദ്, അബ്രഹാം. ഓ, ടിവിയുടെ വോളിയം കുറയ്ക്കൂ റൈഫ. വോളിയം കുറച്ചോട്ടോ, കോള് ഡ്രോപ്പ് ആവും. ഏതാ? ഫിറൗനോ? തെറ്റിച്ചല്ലേ? അയ്യോ, എന്തേ ഉമ്മച്ചിയെടുത്ത് ചോദിക്കാതിരുന്നേ? ഞാൻ എത്ര തവണ ചോദിച്ചു ഉമ്മച്ചിയെടുത്ത് ചോദിക്കാൻ? ഉമ്മച്ചി ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. അതായിരിക്കും പ്രശ്നം. ഇബ്രാഹിം നബിയുടെ കഥയിൽ വന്ന രാജാവ് ഇത്. സാരമില്ല, വീണ്ടും വിളിക്കണോട്ടോ റൈഫ. നമ്മള് മുമ്പ് വിളിച്ച റൈഫ ആയിരുന്നു. റൈഫ ഒരെണ്ണം പറഞ്ഞു, ഒരെണ്ണം എനിക്ക് ഒരു ഉമ്മാമ ക്വസ്റ്റ്യൻ കേട്ടോ ഈസിയാ ചോദിച്ച. ഇബ്രാഹിം നബി അലൈഹി സ്വലാമായി തർക്കിച്ചത് രാജാവ് ഏത്? ഇത് ആരാ നഴ്സറി സ്കൂളിൽ നിന്ന് വിളിക്കണേ? നാദിയ വിളിക്കണേ. നാദിയുടെ ഉമ്മയുടെ പേരെന്താ? അരുതാത്ത.
അരീത അരുതാത്ത. ഓക്കെ മനസ്സിലായി. അരുതാത്ത അടുത്തുണ്ടല്ലേ? എത്ര വയസ്സായി ഉണ്ട്. മോൾക്ക്? എത്ര വയസ്സായി? 2. 2 വയസ്സായി. എന്താ? 2 അല്ല. പിന്നെ എത്ര വയസ്സായി? 7. സ്വന്തം വയസ്സ് പറയാൻ തൊട്ട് കൺഫ്യൂഷൻ തുടങ്ങി. ഇനി ആൻസർ ഒക്കെ എങ്ങനെ പറയാ? ഓക്കെ, അരുതാത്തൊക്കെ ഫോൺ കൊടുക്കണോ? വേണ്ട. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കേട്ടോളൂ കേട്ടോ. നേരത്തെ ചോദിച്ച കോളറുള്ള ക്വസ്റ്റിന് ആൻസർ പറഞ്ഞോളൂ. Question repeat ചെയ്യാം. അതെ, ഇബ്രാഹിം നബിയുമായി തർക്കിച്ച രാജാവ്. ഇബ്രാഹിം നബി. ഓപ്ഷൻസ്: ഫിറഔൻ, നമ്രൂദ്, അബ്രഹാം. നമ്രൂദ്. ശരിയാണ്. ഉമ്മ പറഞ്ഞാണോ? അതെ. അതെ. ഈ ഫോണില് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടാണ്. ആരും വിളിക്കാറില്ല അല്ലെ സംസാരിക്കാനായിട്ട്? അവിടെ ഞങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ മോളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. പരിശുദ്ധ കാബയുടെ അകത്ത് എത്ര തൂണുകളുണ്ട്? പരിശുദ്ധ കാബയുടെ അകത്ത് എത്ര തൂണുകളുണ്ട്? എത്ര തൂണുകളാ ഉള്ളത് കാബയുടെ അകത്ത്? ഉമ്മാടുത്ത് ചോദിച്ചു നോക്കൂ കേട്ടോ, മോള് പറയില്ല. അരുതാത്ത വേഗം പറയൂ. അരുതാത്ത ഓപ്ഷൻ ചോദിക്കുമായിരിക്കും. ഓപ്ഷൻ 5, 3, 1. 1 ആണോ 3 ആണോ 5 ആണോ? 3. മബ്രൂക്ക്, റൈറ്റ് ആൻസർ. അരുതാത്തയാണോ ചിരിക്കണേ? അതെ. അതെ. സിസ്റ്റർ എവിടെ? നെയ്മ എവിടെ? ഇവിടെ ഉണ്ട്. എല്ലാരും അവിടെ ഉണ്ട്. പക്ഷെ ഓരോരുത്തരാണ് ഓരോ ദിവസം. ഉപ്പാടെ പേര് മാത്രം ഞങ്ങൾക്ക് അറിയില്ല. എന്താ ഉപ്പാടെ പേര്? റഫീഖ്. ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ മോളെ. മരണപ്പെടുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുയുടെ പ്രായം എത്രയായിരുന്നു? ഓപ്ഷൻസ് എഴുതാത്തപ്പോ ചോദിച്ചോ? ചോദിച്ചു. ഓക്കെ, ഒരു വെറൈറ്റി ആയി. അപ്പൊ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ ചോദിച്ചു. മരണപ്പെടുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുയുടെ പ്രായം എത്രയായിരുന്നു? എത്ര വയസ്സായിരുന്നു? ഓപ്ഷൻസ്: 60 ആണോ, 65 ആണോ, 70 ആണോ? മോളെ, ഇതൊരു നമ്പർ അല്ലേ? നമ്പറിന് എങ്ങനെയാ ക്ലൂ തരാ? ഞാൻ ഓപ്ഷൻസ് വന്നത് 60, 65, 70. ഒരെണ്ണം ചൂസ് ചെയ്ത് പറയൂ. ഒരു മിനിറ്റ്. അരുതാത്ത വേഗം പറഞ്ഞു കൊടുക്കൂ. അത് ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ലേ? ആ പണി ഞങ്ങൾ ഇന്നലത്തെ എപ്പിസോഡിൽ നിർത്തി. ഇന്നും 60 ആണോ 65 ആണോ? 60 പറയാൻ പറഞ്ഞു അല്ലേ? കറക്റ്റ് മോളെ, മാറ്റണ്ട. കറക്റ്റ് ആണ്. 3 റൈറ്റ് ആക്കി. മബ്രൂക്ക്, കൺഗ്രാറ്റ്സ്. മോളെ ഇവിടെ ആരും കൈകൊട്ടാനൊന്നും ഇല്ലേ? അരുതാത്താക്ക് ഒരു സന്തോഷമില്ലേ? നെയ്മ എവിടെ? ഓക്കെ, അപ്പൊ നെയ്മനോട് അരുതാത്തനോട് ഞങ്ങളുടെ സലാം പറയണം കേട്ടോ. വിന്നർ ആണോന്ന് അറിയാൻ ലാസ്റ്റ് വരെ കണ്ടു മോള്. അസ്സലാമു അലൈക്കും. നമ്മള് വിളിച്ചത് നാദിയായിരുന്നു. അലീനിൽ നിന്ന് നാദിയ അങ്ങനെ മിടുക്കിയായിട്ട് 3 ക്വസ്റ്റ്യൻസിന് റൈറ്റ് ആൻസർ നൽകി. വിന്നറാണ് കിട്ടുക. മമ്മൂസ്.com നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ്. മമ്മൂസ്.com ഒരു ഓൺലൈൻ പോർട്ടലാണ്, ഓൺലൈൻ ബുട്ടീക്ക് ആണ്. അതിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കാം, മമ്മൂസ്.com. അതിൽ നിങ്ങൾക്ക് കുറെ കളക്ഷൻസ് കിട്ടും. നിങ്ങൾ പേയ്മെന്റ് അവര് ഫ്രീ ഹോം ഡെലിവറി ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സാധനം കൈ കിട്ടിയതിനു ശേഷം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. അപ്പൊ ട്രാഫിക്കിൽ നിന്ന് ഷോപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ അപ്പൊ നമുക്കിപ്പം നോമ്പില് നെക്സ്റ്റ് കോളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആദിയത്ത് റംദാൻ. ഹലീമ മർജാൻ. നല്ല പേരാണല്ലോ. ആദ്യമായിട്ടാണോ പറഞ്ഞ? ഹലീമ മർജാൻ. ആദ്യമായിട്ട് വിളിക്കുന്നതാണോ? എന്തായിരുന്നു പേര്? അബ്ദുൽ ഹലീം. ഓർമ്മയുണ്ട് കേട്ടോ. ഇത്താക്ക് ഓർമ്മ വന്നു കേട്ടോ. ഇത്താക്ക് ചെറിയൊരു ടൈം വന്നോളൂ. എന്തായിരുന്നു ഇത്ത സ്പെഷ്യൽ?
പത്തിരി ആയിരുന്നോ? ആണല്ലേ? പത്തിരി ഓക്കെ. ദോശ അല്ലേ? അപ്പൊ ഇപ്പൊ നോമ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഖുർആനോത്ത് അല്ലാതെ? എന്തെങ്കിലും നല്ല കാര്യം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ നോമ്പായിട്ട്? അങ്ങനെ മെയിൻ ആയിട്ട് കത്ത് ഓതി തീർക്കാനല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ആരൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ളേ? അതെ. ഉമ്മ ഉണ്ട്. എന്താ ഉമ്മയുടെ പേര്? നസീമ അല്ലേ? എന്ത് ചെയ്യുമായിരുന്നു? ഹലീമ സ്കൂളിലല്ലേ? ഹലീമ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഹൗസ് വൈഫാ. ഹൗസ് വൈഫാണ്. പാവം, ഇത്ത ഹാലുസിനേഷനിലാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ. ഓക്കെ. അല്ല ഞാൻ ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാട്ടോ ഹലീമ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലേ? ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയാണ് സിദ്ദീഖ് എന്ന നാമം വന്നത്? ആരാണ് പേരിട്ട് കൊടുത്തത്? ആരാണ് പേരിട്ട് കൊടുത്തത്? സിദ്ദീഖ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എളുപ്പമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാ ഇട്ട് കൊടുത്തത് പേര്. അങ്ങനെ പറയുമ്പോ തന്നെ ആരുടെ പേരായിരിക്കും നമ്മളൊക്കെ മനസ്സിലാവും. പ്രിയപ്പെട്ട വ്യക്തി ആരാ? എന്താണ്? ഹലീമ. ഹലീമാത്ത. ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? അബൂബക്കർ സിദ്ദീഖിന്. ഉമ്മാനോട് ചോദിച്ചു നോക്കൂ. അവസാന നബി. ഓപ്ഷൻ. ഓപ്ഷൻസോ? ശരി, ഓപ്ഷൻസ് തരാം. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ബിൻ അബൂ താലിബ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പിച്ചോ? അത് സംശയമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ശരിയാട്ടോ, സംശയിക്കണ്ട. എന്താണ് ഇത്ര പേടി? ടെൻഷൻ അവിടെ സഹായിക്കണ ബ്രദർ ഇല്ലേ ഇവിടെ? അബ്ദുൽ ഹലീം പുറത്തു പോയിരിക്കാണല്ലേ? ഓക്കെ, സാല ഞങ്ങള് സഹായിക്കുന്നുണ്ടല്ലോ. ഇത് എന്തുകൊണ്ടാന്നറിയ പേര് വരാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ മിറാജിന് പോയിട്ട് അതിനെ കുറിച്ച് വിവരിച്ചപ്പോൾ ആദ്യം വിശ്വസിച്ച വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെയാണ് സിദ്ദീഖ് എന്ന നാമം കൊടുത്തത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. തന്റെ ജനത അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകൻ. ഈസിയാണ് ചോദിച്ചത്. തന്റെ ജനത തീയിലേക്കിട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് ചിലപ്പോ ഓർമ്മ വരുമായിരിക്കും. ഓപ്ഷൻസ് വേണോ? മൂസ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എന്താണ് ഇത്ര സമയം എടുക്കണേ? ചിന്തിച്ചിട്ടൊരു ആൻസർ പറഞ്ഞോ? ഉമ്മാടുത്ത് ചോദിച്ചു നോക്കൂ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം. 3 പേരാണ്. 5 4 3 2 1. എന്താ? ഉറക്കെ പറഞ്ഞോ? ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയൂ. പറഞ്ഞേ. ഒരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞേ. പറയൂ. അടിക്കാതെ പറഞ്ഞ പോലെ ആൻസർ റൈറ്റ് ആണ്. ആൻസർ എന്താണ് ഇന്ന് കഴിച്ചത്? എന്താ ഇന്ന് കഴിച്ചത്? എന്താണ്? അല്ല, ഞങ്ങൾ ഉറപ്പാണോന്നല്ല, ഉറക്കെ പറയാനാ പറഞ്ഞേ. സംശയം. ഇത്ത എന്താ ഇന്ന് കഴിച്ചത്? പത്തിരി. എത്ര തവണ പറയും? പത്തിരിയാ? മുത്തിന് പത്തിരി നമുക്ക് കേൾക്കാൻ പറ്റില്ല. നീ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഖുർആനിൽ ആകെ ഒരു സഹാബിയുടെ പേരാണ് പറഞ്ഞത്, സെയ്ദ് ബിൻ ഹാരിസ്. എന്നാൽ ഇത് ഏത് സൂറത്തിലാണ് പറഞ്ഞിരിക്കുന്നത് സെയ്ദ് ബിൻ ഹാരിസിനെ പറ്റിയിട്ട്? ഓപ്ഷൻസ് വേണോ അതിന്? ഓ വേണം. ഓക്കെ, ഓപ്ഷൻസ് ഇതൊക്കെയാണ്. സൂറത്തുൽ മറിയം ആണോ, സൂറത്തുൽ അൻഫാൽ ആണോ, സൂറത്തുൽ അഹ്സാബ് ആണോ? സെയ്ദ് ബിൻ ഹാരിസിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏതാണ്? സെയ്ദ് ബിൻ ഹാരിസിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ അൻഫാൽ ആണോ, സൂറത്തുൽ മറിയം ആണോ, സൂറത്തുൽ അഹ്സാബ് ആണോ? ഏതാണ്? പത്തിരി പേരായിട്ട് കുറച്ച് അടുപ്പൊക്കെ ഉണ്ട്. ഒരുപാട് സമയം എടുക്കാണല്ലോ.
എന്തോ എന്റെ എന്താ ഒരു ക്ലൂ തന്നൊരു സെയ്ദ് ബിൻ ഹാരിസിനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സെയ്ദ് എന്നുള്ള പേരായിട്ട് കുറച്ച് ചേർച്ച വരും ഞാൻ പറഞ്ഞ സൂറത്തിന്. കുറച്ച് ചേർച്ച, ഒരു ആൽഫബറ്റിന്റെ ചേർച്ച ഉണ്ട്. ആൽഫബറ്റിന്റെ ചേർച്ച തന്നെ കുറച്ച്. സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ മറിയം, സൂറത്തുൽ അഹ്സാബ്. അഹ്സാബ് ഉറപ്പിച്ചോ ആൻസർ? കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആണ്. ഇത്ത ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഉറപ്പിച്ചു ആൾക്കാരൊക്കെ ഇപ്പൊ പെരുവഴിയിലാണ് ഇപ്പൊ അല്ലേ? ഇത്ത ഭയങ്കര സാധന. ഞാൻ ഇത്ര വലിയ ക്ലൂ തന്നിട്ട് സാധനം ഒന്ന് പറയോ? ഉറപ്പിച്ചു നല്ല ആൾക്കാരെ ഒരു വഴി തിരിച്ചു വിടുകയാണ്. രണ്ടാളെ ഓർമ്മശക്തി നല്ല ഇതാണ്. ആദ്യം കഴിഞ്ഞ കൊല്ലത്തൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കുന്നുണ്ട്. എന്തോ ഓർമ്മശക്തി നന്നായിട്ട് എന്ത് രണ്ടുപേരും അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്. ഇത്ത വീണ്ടും നല്ല ഓർമ്മശക്തി ആണോ? മാഷാ അല്ലാഹ്. കൊള്ളാതിരിക്കട്ടെ. ഇത്ത വീണ്ടും ഞങ്ങക്ക് വിളിക്കണം കേട്ടോ. വീട്ടിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ സലാം പറയണേ. ഓക്കെ, അസ്സലാമു അലൈക്കും ഹലീമ. അങ്ങനെ ഹലീമ അടിപൊളിയായിട്ട് 3 ക്വസ്റ്റ്യൻസിന് റൈറ്റ് ആൻസർ നൽകി. ഹലീമാത്തയാണ് വിളിച്ചത്. ഹലീമാത്ത കൺഗ്രാറ്റുലേഷൻസ്. ഇന്നിപ്പോ 2 പേരാണ്, ഒന്ന് അരുതാത്തയും ഒന്ന് ഹലീമാത്തയുമാണ് ഇവർ വിന്നറായി കിട്ടുക. mammuz.com ഗിഫ്റ്റ് ഹാമ്പർ ആണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മൂന്നാമത്തെ. ഓ, വെൽക്കം ടു ഖദിയത് റംദാൻ. ആരാണ്? അബ്ദുൽ ഖാദർ. എവിടുന്നാ വിളിക്കുന്നേ? എന്ത് ചെയ്യണു? ഞാനിപ്പോ ബിടെക് ഇങ്ങോട്ട് വിസിറ്റിംഗിന് വന്നേ, ജോബ് നോക്കാൻ വന്നേ. ജോലി നോക്കാൻ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കണ്ണൂര്. കണ്ണൂര്. അപ്പൊ ആദ്യമായിട്ടാണല്ലോ ഈ പ്രോഗ്രാം കാണുന്നേ? രണ്ടു ദിവസമായി കാണും. ആരാണ് ഇവിടെ ഉള്ളത് അലൈനില്? ഇവിടെ സിസ്റ്ററും ഫാമിലിയും ഉണ്ട്. എന്താണ് പേര് സിസ്റ്ററുടെ? സബീന. ഓക്കെ, ഇക്ക അപ്പൊ സിസ്റ്ററിനെ സഹായിക്കാൻ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്ത ചോദിക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദ് ബിൻ ഷഹീദ് എന്ന് വിളിച്ചത്? ഷഹീദ് ബിൻ ഷഹീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് വിളിച്ചത്? ഓക്കെ, ഞാൻ ഓപ്ഷൻസ് തരണോ ക്ലൂ തരണോ? ഓ, ക്ലൂ വേണോ? ഓപ്ഷൻസ്. ശരി, ഓപ്ഷൻസ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണോ, യഹ്യ നബി ആണോ, യൂസുഫ് നബി ആണോ? അതെ, ആരാണ്? യഹ്യ നബി ആണോ, ഇബ്രാഹിം നബി ആണോ? ടിവിയുടെ വോളിയം കുറയ്ക്കോ, അല്ലെങ്കിൽ ഫോൺ കട്ടായി പോവും. ഷഹീദ് ബിൻ ഷഹീദ്, മാർട്ടിയർ, സൺ ഓഫ് മാർട്ടിയർ. ഷഹീദ് ബിൻ ഷഹീദ് ആരാണ്? യഹ്യ നബി. റൈറ്റ് ആൻസർ. സക്രിയ നബിയുടെ മകൻ. നല്ല അറിവല്ലേ? മാഷാ അല്ലാഹ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ. കലീമത്തുള്ള എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ? കലീമത്തുള്ള എന്നറിയപ്പെടുന്ന പ്രവാചകൻ. കലീമത്തുള്ള ആരാണ്? ഓപ്ഷൻസ്: ഈസാ നബി അലൈഹി സ്വലാം ആണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ, മൂസ നബി അലൈഹി സ്വലാം ആണോ? ആരാണ് അറിയപ്പെടുന്നത്? അബ്ദുൽ ഖാദർ കലീമത്തുള്ള കേട്ടോ. കലീമുല്ല അല്ല, കലീലുള്ളയും അല്ല, കലീമത്തുള്ള. കലീമത്തുള്ള എന്നറിയപ്പെടുന്നതാണ്. എന്താണിത്? ഞാൻ തന്നെ വെറുതെ പഠിച്ചു സാധനങ്ങള്. കട്ട് ചെയ്ത് തരാം ഓപ്ഷൻസ്. ഉത്തരം പറഞ്ഞോ? കട്ട് ചെയ്ത് എന്താണ് ഉത്തരം പറഞ്ഞേ? മൂസ നബി അലൈഹി സ്വലാം എന്നാ പറഞ്ഞേ? മൂസ നബി അലൈഹി സ്വലാം തെറ്റാണല്ലോ അബ്ദുൽ ഖാദർ. തെറ്റിപ്പോയി ആൻസർ. ഞങ്ങക്ക് വീണ്ടും വിളിക്കണം കേട്ടോ.
ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ച ഉണ്ടാക്കുന്ന കൊച്ചിന് ഞങ്ങളുടെ സലാം. ആ കൊച്ചിന് വലിയ ഇത്താടെ ഒരു സ്ഥലാട്ടോ. അപ്പൊ ഇക്ക ഫോൺ വെച്ചു. നമ്മൾ എനിക്കോട് ആദ്യം വിളിച്ചതിന്റെ ഇതാണ്. ഹലീമത്തുള്ളാഹി എന്നാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. ഹലോ ഹലോ, ആരാ? മുഹമ്മദ് ജുനൈദ്. മുഹമ്മദ് ജുനൈദ്. എവിടുന്നാ ജുനൈദൊക്കെ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ അബുദാബി തന്നെയാണ്. അബുദാബി. അങ്ങനെ പറഞ്ഞേ അബുദാബി തന്നെയാണെന്ന് പറഞ്ഞേ. ഇത് അന്ന് വിളിച്ച ദിലീപ്. എന്റെ പേര് മുഹമ്മദ് ജുനൈദ്. അന്ന് ഞങ്ങള് കേട്ടത് ദിലീപ് എന്നായിരുന്നോ? അല്ലല്ല, ഞങ്ങക്ക് മുമ്പ് വിളിച്ചിട്ടുള്ളതല്ലേ? അല്ലല്ല, ഞാന് പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചാണ്. ആദ്യമായിട്ട് വിളിച്ചാണ്. ആരൊക്കെയാണ് റൂമിലുള്ള സഹായിക്കാനായിട്ട്? റൂമില് കൊറേ ഇൽമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ് അവരുടെ പേര്? എന്താണ് പേര്? ബഷീർ തോട്ടിങ്ങ, ബാവ അജി, നൗഷാദ് തലശ്ശേരി, ഷംജി പട്ടാമ്പി. ഫുൾ നെയിം ആണല്ലോ അറ്റൻഡൻസ് ഷീറ്റ് പറയുന്ന പോലെ. അതെ, അങ്ങനെയല്ല, നിങ്ങൾ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. എവിടെയാ നാട്ടില് ജുനൈദ്ക്ക? എക്കാന്ന് വിളിക്കണ്ട, ഞാൻ ബേസിക്കലി തലശ്ശേരിയാണ്. തലശ്ശേരിയാ? എന്നാ മോനെന്ന് വിളിച്ചാലോ? എത്ര എക്കാന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? ഇല്ലില്ല, ഞാൻ ഓൺലി 24 ആയിരുന്നു. 24 ആയിട്ടുള്ളൂ അല്ലേ? ഞങ്ങൾക്കൊക്കെ അത്രയും വയസ്സ് കൂടുതലാണെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് വെരി ബെസ്റ്റ് വൺ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഇഫ് യു ഡോണ്ട് മൈൻഡ് ലെറ്റ് മീ സേ വൺ തിങ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോ ഐ തിങ്ക് നിങ്ങളെ കോളർക്ക് ഒരു ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എന്റെ ജസ്റ്റ് ഒരു സജഷൻ ആണ്. വൺസ് ഒരാള് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആള് വരും. ക്വസ്റ്റ്യൻ ഞങ്ങൾ പറയുമ്പോ അതെ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയുമ്പോഴേ ആള് കേൾക്കുമ്പോ ക്ലാഷ് ആവുന്നുണ്ടല്ലേ? അപ്പൊ മുഹമ്മദ് ജുനൈദ് റൂമിന്ന് വേറെ ആരൊക്കെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിരിക്കണേ? ബഷീർ തോട്ടിങ്ങ. അല്ല, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വിളിച്ചത് ആരൊക്കെയായിരുന്നു? ഞാൻ തന്നെയാണ് വിളിച്ചത്. ഇപ്പൊ എല്ലാവരും കണ്ടോണ്ടിരിക്കാണ്. ശരി, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ അപ്പുറത്തിരിക്കുന്നതാണ് ജിബിട്ടാ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഏത് മകളെയാണ് വിവാഹം കഴിച്ചത്? ഓപ്ഷൻസ് വേണോ? അതെ, ഓപ്ഷൻസ് പറയൂ. ഓപ്ഷൻസ് ഫാത്തിമയാണോ, ആയിഷയാണോ, റുഖയ്യയാണോ? റുഖയ്യ റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഫ്രണ്ട്സിന്റെ സഹായം ഒന്നും ചോദിച്ചില്ലല്ലോ? ഇല്ലില്ല, അത് അറിയുന്നൊക്കെ പറയാന്ന് വിചാരിച്ചു. അറിയുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ഞാൻ ഓപ്ഷൻ തരാട്ടോ. എന്തായാലും നോമ്പ് തുറക്കി കഴിച്ചത്? നോമ്പർക്ക് എന്റെ ഫ്രണ്ട് ഷംജി പട്ടാമ്പി ഒരു കോഴിയാട ഉണ്ടാക്കിയിരുന്നത്. കോഴിയാട. ഓക്കെ, അപ്പൊ ചോദിക്കാട്ടോ. അബ്ദുല്ലാഹി ഇബ്ൻ ഉമർ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം ഏതാണ്? ക്ലൂ ഉണ്ടോ? ക്ലൂ വേണോ? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ കൊടുക്കണോ? ക്ലൂ വേണോ? ഓപ്ഷൻ വേണോ? ഓപ്ഷൻസ് അതാണ് നല്ലത്, ബെറ്റർ. ഓക്കെ, ബദർ യുദ്ധമാണോ, ഖന്തക് യുദ്ധമാണോ, അതോ ഉഹുദ് യുദ്ധമാണോ? ഏതാണ്? ഫ്രണ്ട്സിന്റെ ഒന്നും ഒച്ച കേൾക്കുന്നില്ലല്ലോ. എല്ലാരും നല്ല കുട്ടി. അപ്പൊ വേഗം ആൻസർ പറയൂ. ഞങ്ങളെ എണ്ണി തുടങ്ങണോ ഇനി? 10, 9, 8, 7. എന്താ? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാമോ? സോറി, ഒന്ന് കസ്റ്റമർ എന്റെ ഫ്രണ്ട് ആയിട്ട് ഒന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം വേഗം പറഞ്ഞോ. സമയം യുദ്ധമാണോ, ഖന്തക് യുദ്ധമാണോ, ഉഹുദ് യുദ്ധമാണോ? വേഗം പറയൂ. 1 മിനിറ്റ്. 1 മിനിറ്റാ? ഇല്ലില്ല, വേണ്ട. എന്താണ് ഞാൻ ഇക്കാക്കാന്ന് വിളിക്കണോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. 24 വയസ്സില്ലേ? ഉഹുദ് യുദ്ധം. തെറ്റ് ആൻസർ ആണ്. തെറ്റ്.
തെറ്റാക്കിയോ? അപ്പൊ മോനെ പാല് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. എങ്ങനെ പറയല്ലേ? വിഷമിക്കണ്ട, ഞങ്ങൾ അൽമറയുടെ പാല് വെച്ചിരുന്നു. നാളെ എന്നിട്ട് കഴിക്കാറില്ലേ? വീണ്ടും നാളെ പ്രോഗ്രാമിലേക്ക് എന്നിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ. അമൂല്യ അയച്ചു തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് ജുനൈദ് മോനായിരുന്നു. ഓക്കെ, ജുനൈദ് മോൻ ആകെ ജുനൈദ് ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ആൻസർ നൽകിയുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശരിയാക്കിയില്ല. ഇപ്പൊ ഒരു ബ്രേക്കിന്റെ ടൈമാണ്. ഞങ്ങൾ കുറച്ചു നേരം ചിരിച്ചിട്ട് തിരിച്ചു വരാം. നിങ്ങൾ എല്ലാരും mammuz.com ഗിഫ്റ്റ് കിട്ടാനായിട്ട് വേഗം വിളിച്ചുകൊള്ളുക. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്.